അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ 60 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 61ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും وننشئكم فيما لا تعلمون. തജ്വീദ് നിയമം ഒന്ന് നോക്കാട്ടോ. അല നോക്കൂ, അല ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ നമ്മൾ ഒരു നിയമം പഠിച്ചിട്ടുണ്ട് അല്ലേ, മദ് മുൻഫസിൽ ആവുമ്പോൾ നമ്മൾ അവിടെ എത്ര അനക്കം വരെ നീട്ടി ഓതാൻ കഴിയും? നമുക്ക് 2 അനക്കം മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, നൂനിന് ശേഷം നൂന് വന്നു അല്ലേ. നൂനിന് ശേഷം നൂന് വന്നാൽ ഇവിടെ നമ്മൾ ഓതേണ്ടത് മണിച്ച് കൂട്ടിച്ചേർത്തോതണം. സക്കിനായ നൂനിന് ശേഷം നൂന് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്തോതണം. ഇതിന് നമ്മൾ എന്താണ് പറയാ? ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ മണിച്ച് കൂട്ടിച്ചേർത്തോതുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സക്കിനായ നൂനിന് ശേഷം നൂന് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്തോതണം കേട്ടോ. ഓക്കെ, അന്നുബദ്ദില, ദാലിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണം കേട്ടോ. നുബദ്ദില അംസാലകും. സഇനെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞു അല്ലേ. സഇൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് പോകുന്ന, പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിലായിരിക്കണം സഇനെ ഉച്ചരിക്കേണ്ടത്. സഇനെ 2 അനക്കം നീട്ടി കൊടുക്കുകയും വേണം കേട്ടോ. അംസാലകും, മീമിനെ വ്യക്തമാക്കുക. വനുൻശിഅകും, ഇവിടെ നോക്കൂ, ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കുക കേട്ടോ. വനുൻശി, ഇവിടെ നോക്കൂ, ഈ ഒരു ഗ്രീൻ കളറിൽ നമ്മളിവിടെ നുൻ എന്ന് ഓതില്ല അല്ലേ. നൂനിൻ്റെ മുകളിൽ എന്ത് കാണുന്നില്ല? സുക്കൂന് കാണുന്നില്ല. അപ്പം നമ്മളവിടെ നുൻ എന്ന് ഓതാൻ കഴിയില്ല. എങ്ങനെ ഓതും? നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് വന്നിട്ട് വേണം ഓതാനായിട്ട്. ഓക്കെ, മറച്ച് മണിച്ച് ഓതുക. ഇതിനൊരു പേരുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ. എന്തായിരുന്നു? ഇഖ്ഫ. ഇഖ്ഫ ചെയ്യണം, അവിടെ മറച്ച് മണിക്കുക എന്നർത്ഥം. ഇഖ്ഫ. ഓക്കെ, ഇഖ്ഫ. വനുൻശിഅകും, ഇവിടെ നോക്കൂ, ഹംസ വന്നിരിക്കുന്നത് മറ്റൊരു ലെറ്ററിൻ്റെ മുകളിൽ അല്ലേ. നമ്മൾ ഹംസേനെ മാത്രം നോക്കിയാൽ മതി, അവിടെ അ സൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഫീമ, ഫീനെ 2 അക്ഷരം നീട്ടാനുണ്ട്. ഫീൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, അതുപോലെ മീമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ സാധാരണ മദ്ദായ മദ് അസ്ലിയാണ്. അപ്പോൾ ഫീമ, ഫീമ ലാ തഅലമൂൻ. ലാനെയും ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കാനുണ്ട് കേട്ടോ. ലാ തഅലമൂൻ. ഇവിടെ ഐന് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. കാരണം എന്താ നമുക്കറിയാലോ അല്ലെ, ഐന് എന്തല്ല? കൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, തഅലമൂൻ നീട്ടി ഓതുക കേട്ടോ. 62ാമത്തെ ആയത്ത്. وَلَقَدْ عَلِمْتُمُ النَّشْأَةَ الْأُولَى فَلَوْلَا تَذَكَّرُونَ. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. വലഖദ്, വാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലേ. ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കുക കേട്ടോ. വലഖദ്, ഖാഫ്, നാവിൻ്റെ മുരട് ഭാഗം ശ്രദ്ധിക്കുക. വലഖദ്, ദാല് അൽക്കലയുടെ ലെറ്ററാണ് ദാല്. ദാലിന് സുക്കൂന് വന്നാൽ അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം. ഓക്കെ, വലഖദ്. ഓക്കെ, അലിംതുമുൻ നഷ്അത.
അലിംതു ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരാണ് ഐൻ ഐൻ. ഓക്കെ, അപ്പോൾ ആ കറക്റ്റായിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ ഹംസത്തുൽ വസലിന് ശബ്ദമില്ലല്ലോ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ശബ്ദമില്ലാത്ത കാരണം നമ്മൾ മീമിനെ നേരെ നൂനിലേക്ക് അങ്ങ് കൂട്ടി ചേർത്ത് അങ്ങ് ഓതൂ അല്ലേ? നൂനിന് ശ്രദ്ധ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നൂനിനും മീമിനും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ഷീന് ശ്രദ്ധയുണ്ട്, ഹഫ്സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. നഷ് നഷ്. ഓക്കെ, അത്രയും മതി. നഷ് അതൽ ഊല ഊല. ഇവിടെ നോക്കൂ, ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഊല. അതുപോലെ തന്നെ ഇവിടെയും അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഫലൗല തദക്കറൂൻ. ഫലൗല ലാന ഇവിടെ നീട്ടി കൊടുക്കാനുണ്ട് കേട്ടോ, രണ്ടനക്കം നീട്ടിയേ. ഫലൗല തദക്കറൂൻ. ദാല് നന്നായിട്ട് നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൽ തട്ടണം അല്ലേ? ഓക്കെ, തദക്കറൂൻ. കാഫിനൊരു ചെരിവ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഓക്കെ, കാഫിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. തദക്കറൂൻ. ഓക്കെ, തദക്കറൂൻ. നെക്സ്റ്റ് 63-ാമത്തായ അഫറഅയ്തും മാ തഹ്റുസൂൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ. അഫറ ആണ്, അഫറ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അഫറ റാന്ന് പറയരുത് കേട്ടോ. റാ അല്ല, റോ. അറബിയിൽ റോ എന്നുള്ള ഉച്ചാരണമാണ് വരിക കേട്ടോ. അഫറഅയ്തും മാ. മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. എപ്പോഴും ഓർമ്മ വേണേ, അത് മീമിൻ്റെ ഒരു നിയമമാണ്. നമുക്ക് ഇനി പഠിക്കാനായിട്ട് വരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ മീമിന് ശേഷം മീമു വന്നാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. ഓക്കെ, അഫറഅയ്തും മാ തഹ്റുസൂൻ. ഹന് സുക്കൂന് വന്നിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യണം? ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തഹ് അത്രയും മതി. തഹ്റുസൂൻ. സ ആണ്. സന്റെ ഉച്ചാരണം എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്ത് ചെയ്യണം? കാറ്റ് പോകുന്ന രൂപത്തിലാവണം നമ്മൾ പറയാനായിട്ട്. സു തഹ്റുസൂൻ. നീട്ടി ഓതുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് 64-ാമത്തായത്ത്. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. അഅൻതും, നമ്മളിവിടെ രണ്ട് ഹംസ അല്ലേ? ഒരു ഹംസ കഴിഞ്ഞു, തൊട്ടടുത്ത് അലിഫ്, ഹംസ, ഫത്ഹ. രണ്ടും ഒരേ ഉച്ചാരണം തന്നെയാണ് കേട്ടോ. ഓക്കെ, തും. നൂൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. നമ്മൾ പഠിച്ചതാണല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? മറച്ചു മണിച്ചോതും. അത് തന്നെ, അതിനൊരു പേരുണ്ടല്ലോ, ഇഖ്ഫ. ഇഖ്ഫ ചെയ്യണം നമ്മളവിടെ. അവിടെ മറച്ച് മണിച്ചോദനം, ഇഖ്ഫ. ഓക്കെ, അഅൻതും തസ്റഊനഹു. നോക്കൂ, സന് എന്തുണ്ട്? സയ്ക്ക് സുക്കൂനുണ്ട് അല്ലേ? തസ് എന്ന് ഓതരുത്, തസ്. ഓക്കെ, ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തസ്റഊനഹു. ഐൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട് അല്ലേ? തൊണ്ടേന്ന് വരണം കേട്ടോ. തസ്റഊനഹു. ഹന് ശേഷം
ഒരു വാവ്, കുഞ്ഞു വാവ്, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു മദ് അല്ലേ, അത് മദ്ദാണ്. ഇവിടെ ദീർഘിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം ഈ ഒരു ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 5 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അം മീമിനെ വ്യക്തമാക്കുക. അം നഹ്നു. നഹ്നു ഹനെ സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് കൊടുക്കുക. നഹ്നു. നഹ്നു സാരിഊൻ. സയ്ക്ക് എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സാൻ എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിക്കുകയും വേണം, 2 അനക്കം നീട്ടുകയും വേണം. സാരിഊൻ. നഹ്നു സാരിഊൻ. ഐന് സാരി ഊനായി പോരുത് കേട്ടോ. ഊൻ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.